ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ സ്നേഹയോട് ചോദിക്കുകയാണ്, അല്ല നിന്റെ അർച്ചനേട്ടത്തി എവിടെ? നിന്ന നിൽപ്പിന് മായാവിയായി പോയോ? ആ, ചിലപ്പോൾ ആയിപ്പോയി കാണുമെന്ന് സ്നേഹ പറയുമ്പോൾ അനഘ പറയുകയാണ്, അതെ, എനിക്കൊരു ഗ്ലാസ് ചായ വേണമായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ ഒരു ഗ്ലാസ് ചായ പോലും മനുഷ്യന് കിട്ടിയിട്ടില്ല. നീ പോയി ആ അർച്ചനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അതേസമയം ഇത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. പോലീസുകാരനുള്ളപ്പോ പോലീസുകാരനെ ബഹുമാനം, പോലീസുകാരനില്ലെങ്കിലോ തോന്നുന്ന പേര്. അല്ലേ അനഘേ? ആ ശീലമേ ചീത്തയാണ്, അങ്ങ് മാറ്റിയേക്കണം. ഇത് കേൾക്കുന്ന അനഘ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അനഘ പറയുകയാണ്, അത് പിന്നെ എനിക്ക് ഇത്ര നേരമായിട്ടും ഒരു ഗ്ലാസ് ചായ പോലും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എങ്കിലേ ഒരു കാര്യം കൂടി കേട്ടോ, ഇനി മുതൽ ചായ എന്നല്ല, ഇന്ന് ഒരു ആഹാരവും അർച്ചനയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അർച്ചനെ ഇന്ന് ഫുൾ റെസ്റ്റ് ആണ്. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അതെന്താണെങ്കിലും നന്നായി ഏട്ടാ. അല്ല അനഘ തനിയെ ചായ ഇട്ട് കുടിക്കുന്നോ അതോ ഞാൻ അനഘയ്ക്ക് ചായ ഇട്ട് തരണോ? വേണ്ട സച്ചിയേട്ടാ, ഞാൻ തന്നെ ചായ ഇട്ടോളാമെന്ന് അനഘ പറയുമ്പോൾ സ്നേഹ അവിടെ നിന്ന് പോവുകയാണ്. അതെ അനഘേ, നീ ചായ ഇടുമ്പോഴേ എനിക്കും കൂടി ചായ ഇട്ടേക്കാൻ സ്നേഹ പറയുമ്പോൾ നീ നിന്റെ ഏട്ടനോട് പോയി പറയാൻ ദേഷ്യത്തോടെ പറയുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് ആതിരയും സന്ദീപിനെയുമാണ്. ആതിരയും സന്ദീപും കൂടി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കമല വിളിച്ചിട്ട് ആതിര ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ്. തുടർന്ന് സന്ദീപ് വീണ്ടും ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആവണിയാണ് ഫോൺ എടുക്കുന്നത്. അത് റേഞ്ച് ഇല്ലായിരുന്നു, അതാ കട്ടായി പോയതെന്ന് സന്ദീപ് പറയുമ്പോൾ ആവണി പറയുക, അതെ, ഇവിടെ എപ്പോഴും റേഞ്ച് കുറവാ. അതേസമയം ആവണി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആതിര വരികയും പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോടെ ആവണിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കട്ട് ചെയ്യുകയും ചെയ്യുന്നു. നീ എന്തിനാ എന്റെ ഫോൺ എടുത്തത്? അത് പിന്നെ ഏതോ ഒരു പൂവാലൻ, അത് എന്റെ ഒരു കൂട്ടുകാരിയാ. എന്നിട്ട് ഞാൻ കേട്ടത് ഒരു ആണിന്റെ ശബ്ദമാണല്ലോ എന്ന് ആവണി പറയുമ്പോൾ അത് എന്റെ കൂട്ടുകാരി തന്നെയാ ശബ്ദം മാറ്റി സംസാരിക്കുന്നതാണെന്ന് ആതിര പറയുന്നു. എന്റെ ചേച്ചി, ഇങ്ങനെ ഇനി കള്ളത്തരമൊന്നും പറയേണ്ട ഒരാവശ്യവുമില്ല. എനിക്ക് മനസ്സിലായി അതേതോ ഒരു പൂവാലനാണെന്ന്. ഇതാണല്ലേ പഠിത്തമെന്ന് പറഞ്ഞ് സദാസമയവും ചേച്ചി ഈ പൂവാലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഞാനേ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആവണി പോകാനൊരുങ്ങുമ്പോ ആതിര ആവണിയെ പിടിച്ചു നിർത്തുകയാണ്. മോൾക്കിപ്പോ ആന്റിയുടെ മൊബൈലിൽ കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും കളിച്ചോ. ആന്റി കോളേജിൽ നിന്ന് വരുമ്പോഴേ മോൾക്ക് കുറെ ഐസ്ക്രീം കൊണ്ട് തരാലോ. ഇത് കേൾക്കുന്ന ആവണി പറയുകയാണ്, ഞാൻ ഈ പൂവാലൻ വിളി ആരോടും പറയരുത്, അതിനുള്ള കൈക്കൂലിയല്ലേ ഇത്. സമ്മതിച്ചു, ഞാൻ ആരോടും പറയില്ല, പക്ഷേ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇത്രയും പറഞ്ഞ് ആതിരയെ പൂവാലിനെന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ട് ആവണി അവിടെ നിന്ന് പോവുക. ദൈവമേ, സന്ദീപിന് എന്തെങ്കിലും മനസ്സിലായി കാണുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചി അർച്ചനയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ അവന്തിക സച്ചിയെ കാണുകയാണ്. നീ എന്താ ആഹാരം കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചെന്നും ഇത് അർച്ചനയ്ക്കാണെന്നും നീ പറയുന്നു. അതെന്താ, അവൾക്ക് താഴെ വന്ന് കഴിച്ചൂടെ, അല്ലെങ്കിൽ നിന്റെ കൂടെ കഴിക്കാമായിരുന്നല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, അത് പിന്നെ അർച്ചനയുടെ കൈ ഉള്ളം കൈയിൽ ഒന്ന് ചെറുതായിട്ട് പൊള്ളി, അതുമല്ല അർച്ചനയ്ക്ക് ഭയങ്കര ക്ഷീണവും, അപ്പോൾ ഞാൻ കരുതി അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാമെന്ന്. ശരി ശരി, പക്ഷേ ഇതത്ര നല്ല ശീലമൊന്നുമല്ലെന്ന് അവന്തിക പറയുന്നു. അങ്ങനെ സച്ചി മുകളിലേക്ക് പോയതിനു ശേഷം അവന്തിക പറയുകയാണ്, ഇവൻ ഇത്ര പെൺകൊന്തനായി പോയല്ലോ. തുടർന്ന് അനഘ പറയുകയാണ്, ഇനി അവള് വരയ്ക്കും സച്ചിയേട്ടൻ എവിടെ നിൽക്കണമെന്ന് അവള് തീരുമാനിക്കും. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എങ്കിലേ അവൾക്കുള്ള വര ഞാനാ വരയ്ക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയ്ക്ക് ആഹാരം കൊടുക്കുന്നതാണ്. അങ്ങനെ ആഹാരം വെക്കുന്ന സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്ന് സച്ചി മാറി നിൽക്കുകയാണ്. തുടർന്ന് അർച്ചനയ്ക്ക് കഴിക്കാൻ പറ്റാതിരിക്കുന്നത് കാണുമ്പോൾ സച്ചി പറയുകയാണ്, സോറി, ഞാൻ ആ കാര്യം ഓർത്തില്ല, ഞാൻ വാരിത്തരാം. അയ്യോ വേണ്ട സച്ചിയേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, അതെന്താ, ഞാൻ വാരിത്തരുന്നത് ഇഷ്ടമല്ലാത്ത കൊണ്ടാണോ? അതൊന്നുമല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടന് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. എങ്കിലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയ്ക്ക് വാരി കൊടുക്കുകയാണ്. 3 ചപ്പാത്തിയേ ഉള്ളൂ, പക്ഷേ ഇത് മുഴുവനും കഴിക്കണം. ഇത് മുഴുവനും ഞാൻ കഴിക്കാനോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അതെ അതെ, ഞാൻ ചുമന്നുകൊണ്ട് വന്നതല്ലേ. ഞാൻ തന്നോട് അമിത അധികാരം കാണിക്കുന്നുണ്ടല്ലേ. സോറി, തൻ്റെ ദേഷ്യം ഇപ്പോഴും മാറിക്കാണില്ലെന്ന് എനിക്കറിയാമെന്ന് സച്ചി പറയുന്നു. എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് സച്ചിയേട്ടനോട് ഒരു ദേഷ്യവുമില്ല, പിണക്കവുമില്ല. സച്ചിയേട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമാ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ സച്ചി അർച്ചനയ്ക്ക് വാരി കൊടുക്കുകയാണ്. ഇത് കണ്ട അർച്ചന സന്തോഷത്തോടെ മനസ്സിൽ പറയുകയാണ്, എനിക്ക് സച്ചിയേട്ടനെ എത്ര ഇഷ്ടമാണെന്നറിയാമോ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. സന്ദീപിന്റെ കാര്യങ്ങള് എല്ലാവരും തിരിച്ചറിയും എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് ആതിര. അതേസമയം ആവണി അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ആതിര ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പെൻസിൽ എടുക്കാൻ വന്നതാണെന്ന് ആവണി പറയുന്നു. പിന്നെ ഈ പൂവാലന്റെ പേര് എസ് കൊണ്ടല്ലേ തുടങ്ങുന്നത്, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് ആവണി അവിടെ നിന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അച്ചുവിന് കിടക്കാനായിട്ട് ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുകയാണ് സച്ചി. തുടർന്ന് താൻ ഇറങ്ങിപ്പോയ കാര്യത്തെക്കുറിച്ചൊക്കെ സച്ചി പറയുമ്പോൾ
അച്ചു പറയുകയാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും സച്ചേട്ടൻ ആലോചിക്കേണ്ട. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ ഓടി ഒളിക്കുകയല്ല. ഇത് കേൾക്കുന്ന സച്ചി അച്ചുവിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.